കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരുപക്ഷെ ഏറ്റവും ചർച്ച ചെയ്ത വിഷയം പ്രതിപക്ഷത്തിൻ്റെ സമരമായിരുന്നില്ല. പ്രതിപക്ഷ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മന്ത്രി വി ശിവൻകുട്ടി എണീറ്റ് മുന്നോട്ട് പോകുന്ന ദൃശ്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ പോയപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണെങ്കിലും മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കണം. എന്തായിരുന്നു മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം? പ്രത്യേകിച്ചൊരു ഉദ്ദേശം ഒന്നുമില്ല. അവിടെ പ്രതിപക്ഷം ആകെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ നിയമസഭയിൽ ബോർഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർ തന്നെയാണ്. അതൊക്കെ ഒരു പ്രത്യേക ഓരോ സാഹചര്യങ്ങൾ നോക്കിയാണ്. പക്ഷേ ഇതൊരു അറയ്ക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ ചീത്ത പറയുകയും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുകയും പ്രായത്തെപ്പോലും ബഹുമാനിക്കാത്ത നിലയിലുള്ള വളരെ തരംതാണ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്താണെന്നോ അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതെന്ന് മാത്രമേ ഉള്ളൂ. പഴയ പോരാട്ട വീര്യത്തോട് തടയാൻ പോയതല്ല, പ്രതിപക്ഷത്തെ തടയാൻ പോയതാണെങ്കിൽ അങ്ങ് വലിയ കാരണമല്ലോ. മുഖ്യമന്ത്രി കൈകൊണ്ട് പിടിച്ചു അല്ല, അത് എന്നുള്ള ഉദ്ദേശം അങ്ങോട്ട് പോകാൻ വേണ്ടി പോയെന്ന് ആര് പറഞ്ഞ? അവിടെ പോയതല്ല, അവിടെ എൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പോയതാ. അങ്ങനെയാണോ? എങ്കിലും ഇപ്പോൾ പ്രൊഫൈലുകളിലെല്ലാം മന്ത്രിയുടെ പഴയകാല SFIക്കാരെല്ലാം ഇടുന്ന ഒരു കാര്യമുണ്ട്. എവിടെ സംഘർഷം ഉണ്ടായാലും തിരുവനന്തപുരത്തേക്ക് അവർക്കിടയിലേക്ക് ഓടി വരുന്ന മന്ത്രി ഒരു SFIക്കാരെ എല്ലാം സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പഴയ ശിവൻകുട്ടി സഖാവിനെ കുറിച്ച് അത് കേൾക്കുമ്പോൾ ഇല്ല, നമുക്ക് CPIM SFI ഒക്കെ തന്നിട്ടുള്ള ഒരു സമരവീര്യവും സമര ഊർജവും ആത്മവിശ്വാസവും ഉണ്ടല്ലോ. അതെല്ലാം മരിക്കുന്നവരുണ്ടാവുമല്ലോ. എന്തായാലും സഭ തുടങ്ങാനുണ്ട്, അതിൻ്റെ തിരക്കിലാണ്. മന്ത്രി പോവുകയാണ്. എന്തായാലും വ്യക്തമാണ്, മന്ത്രി വളരെ തമാശ രൂപേണ അത് പറയുകയാണ്. ഞാനത് കേൾക്കാൻ പോവുകയാണ്, അവിടെ എന്താണ് പറയുന്നതെന്ന് നേരിട്ട് കേൾക്കാൻ പോകുന്നത് എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം.